ഹലോ ഗെയ്സ്, വീണ്ടും ഇതാ നമ്മൾ ഒരു യാത്ര കൂടി പോകുകയാണ്. ഈ യാത്രയുടെ പ്രത്യേകത എന്തെന്നാൽ ഒരു ഭക്തിസാന്ദ്രമായ ഒരു യാത്രയാണ്. എവിടേക്കെന്നില്ലേ, തൃശ്ശൂരേക്കാണ് യാത്ര. ഞാനും എൻ്റെ അടുത്ത കൂട്ടുകാരനായ ഷിജുവുമായിട്ടുള്ള യാത്രയാണിത്. ഞങ്ങളങ്ങനെ വണ്ടിയും എടുത്ത് യാത്ര പുറപ്പെട്ടു. ഏകദേശം 700 കിലോമീറ്റർ താണ്ടിയുള്ള യാത്രയാണ് നമ്മുടെ ലക്ഷ്യം. തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും അതിർത്തികൾ കടന്ന് ഞങ്ങൾ ചെന്നെത്തിയത് മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലേക്കാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ നടുമുറ്റം. ഇവിടെ വളരെ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് അടുത്തായി തന്നെ ഒരു ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു. ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് ഏകദേശം 5 മണിക്ക് ശേഷമാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന കോഫി ഷോപ്പിൽ കയറി ലഘുഭക്ഷണവും ചായയും കഴിച്ചു. അതിനുശേഷം വീണ്ടും വണ്ടിയുടെ അടുത്തേക്ക്. വീണ്ടും മണിക്കൂറുകൾ കഴിഞ്ഞുള്ള യാത്ര ചെന്നെത്തിയത് ഹൈവേക്ക് സൈഡിലായി സ്ഥിതി ചെയ്യുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്കാണ്. റോഡരികിലായി വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഹോട്ടലിന് ഉള്ളിലേക്ക് കയറി. സമയം ഏകദേശം 9 മണിയായിട്ടുണ്ട്. കുത്തു പൊറോട്ടയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതാണ് ഷിജോ. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി. മമിയൂർ ക്ഷേത്രത്തിന് അടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്ന ഹോട്ടലിലാണ് റൂം എടുത്തത്. പിന്നീട് വണ്ടി ഹോട്ടലിന് മുന്നിൽ തന്നെ പാർക്ക് ചെയ്തതിന് ശേഷം ഹോട്ടലിനുള്ളിലേക്ക് കയറി. അതിരാവിലെ തന്നെ ഞങ്ങൾ കുളിച്ച് റെഡിയായി. ഷിജോ ആണെങ്കിൽ മുണ്ടെടുത്ത് സുന്ദരനായി നിൽക്കുകയാണ്. പിന്നീട് അവിടെ നിന്ന് വണ്ടിയുടെ അടുത്തേക്ക്. മമിയൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം നമ്മൾ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തിയിരിക്കുന്നു. അവിടുത്തെ ദർശനത്തിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. പിന്നീട് ഞങ്ങൾ ചെന്നെത്തിയത് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ്. ഇതിന് ഉള്ളിൽ തന്നെയായി നമുക്ക് വാഹനം കയറ്റി പാർക്ക് ചെയ്യാവുന്നതാണ്. അവിടുത്തെ ദർശനത്തിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തിരിച്ചു. പിന്നീട് എത്തിച്ചേർന്നത് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കാണ്. അതിനുള്ളിലെ ദർശനത്തിന് ശേഷം വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം ചുറ്റുപാടും ക്യാമറയിൽ പകർത്തി. പിന്നീട് പാറമേക്കാവ് ക്ഷേത്രത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് പറയുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പേര് കൂടിയാണ് പാറമേക്കാവ് എന്നത്. ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലായി തന്നെ ആനത്താവളവും സ്ഥിതി ചെയ്യുന്നു. നമുക്കവിടെ 3 കരിവീരന്മാരെ കാണാൻ കഴിഞ്ഞു. അതിൽ കൂടുതൽ ഉണ്ടോ എന്നറിയില്ല. അവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം വീണ്ടും യാത്ര തുടർന്നു. പിന്നീട് അതിനടുത്തുള്ള തന്നെ ഒരു ഹോട്ടലിൽ കയറി പ്രഭാത ഭക്ഷണം കഴിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം കൊട്ടാരക്കരയിലുള്ളൊരു ഹോട്ടലിലാണ് ഞങ്ങൾ എത്തിയത്. അവിടെ നിന്ന് ബിരിയാണി വാങ്ങിക്കഴിച്ചു. അതിനുശേഷം വീണ്ടും മടക്കയാത്ര. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ ഗൈസ്.